അങ്ങേ മാറിൽ ചാരുമ്പോൾ എൻ്റെ മാനം താണുക്കും. അങ്ങേ മുഖം കാണുമ്പോൾ എൻ്റെ കൺകുളിരും. ഇന്നത്തെ ഗോസ്പല് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് മാറുന്നത് ഒരാളുടെ ധൈര്യത്തിലാണ്. യേശു വെള്ളത്തിൻ്റെ മുകളിലൂടെ നടന്നു വരുന്നു. ഉടനെ എല്ലാവരും വിചാരിച്ചത് പിശാചെന്നാണ്. എല്ലാവരും നിലവിളിച്ചു, പിശാചാണ്. അപ്പോൾ യേശു പറഞ്ഞു, അല്ല, അത് ഞാനാണ്, നിങ്ങളെന്തിനാ ഭയപ്പെടുന്നത്, ഞാനാണ്. ഉടനെ ക്രിസ്തുവാണെന്നറിയുമ്പോൾ പത്രോസ് പറഞ്ഞു, കർത്താവേ, ഞാനും ഇറങ്ങി നടക്കട്ടെ നിന്നെപ്പോലെ. ഈ സാഹചര്യം ഒന്ന് ഓർത്ത് നോക്കിയേ. ഓൾറെഡി അവിടെ കാറ്റും കോളും ഉണ്ട്. അവർ മരിച്ചുപോയൊക്കെ ഭയന്നിരിക്കുന്ന സിറ്റുവേഷനിലാണ് യേശു നടന്നു വരുന്നത്. എന്നിട്ടാണ് പത്രോസ് ചോദിക്കുന്നത്, ഞാനിവിടെ നടന്നു വരട്ടെ വെള്ളത്തിൻ്റെ മുകളിലൂടെ നിന്നെപ്പോലെ. 11 പേരും അവനെ കണ്ണ് പൂട്ടുന്ന ചീത്ത വിളിച്ചിട്ടുണ്ടാവും. കാര്യം ഇതൊക്കെ അഹങ്കാരമല്ലേ? കർത്താവിനെ പോലെ ഇറങ്ങി നടക്കുക എന്നൊക്കെ ചിന്തിച്ചാൽ അത് അതിമോഹമല്ലേ? പക്ഷേ അയാളത് ആഗ്രഹിച്ചു. അയാളൊരു എടുത്തുചേട്ടം പത്രോസിനുണ്ടായിരുന്നു. ക്രിസ്തുവിനെ പോലെ എനിക്കും നടക്കണം. അതുകൊണ്ട് അയാൾ ആ ബോട്ടിൽ നിന്ന് ഇറങ്ങി. എന്നിട്ട് അയാൾ നടന്നു. ഇടയ്ക്കെവിടെ താന്നു പോയി എന്നൊരു സംഭവം പിന്നെ നമ്മൾ വായിക്കും. യേശു കൈപിടിച്ച് ഉയർത്തി എന്നൊക്കെ നമ്മൾ വായിക്കും. അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ അതിനു മുമ്പ് സംഭവിച്ച കാര്യം എന്താണ്? അവൻ നടന്നു. യേശുവിനെ പോലെ അവനും നടന്നു വെള്ളത്തിന് മുകളിലൂടെ. ഈ ധൈര്യമാണ് ഒരു ക്രിസ്തു ശിഷ്യൻ ഉണ്ടാകേണ്ട ആദ്യ പാഠം. അതുകൊണ്ടാണ് പിന്നീട് നമ്മൾ വായിക്കുന്നത് പീറ്ററിനാണ് സഭയുടെ താൽക്കോൽ ഏൽപ്പിച്ചതെന്ന്. കാര്യങ്ങൾ ഇപ്പോൾ കൃത്യ ഒരു കണക്ഷനല്ലേ? ആരൊക്കെയാണോ ഈ വഞ്ചിയിൽ നിന്ന് ഇറങ്ങി ക്രിസ്തുവിനെ പോലെ ആകാൻ ആഗ്രഹിച്ച് ധൈര്യം കാണിക്കുന്നത്, അവർക്കെല്ലാവർക്കും കാത്തിരിക്കുന്നത് അവർ പോലും ചിന്തിക്കാത്ത വലിയ സൗഭാഗ്യത്തിൻ്റെ കഥയാണ്. ക്രിസ്തു ഒരുക്കിയ ഒരു ഗിഫ്റ്റ് ഉണ്ടാവും, ഒരു സർപ്രൈസ് ഗിഫ്റ്റ്. അത് മറ്റു 11 പേർക്കും കിട്ടിയില്ല. ഇങ്ങനെ ക്രിസ്തുവിനെ പോലെ ആകാൻ, ക്രിസ്തുവിനെ പോലെ കാര്യങ്ങൾ ചെയ്യാൻ ഒരാൾ കാണിക്കുന്ന ധൈര്യത്തെയാണ് എപ്പോഴും കാലം വ്യത്യസ്തമായും ദൈവം അത്ഭുതമായും കാണുന്നത്. പ്രിയമുള്ളവരെ, നമ്മൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ പിന്നാലെ ഇറങ്ങിപ്പെടാൻ ധൈര്യപ്പെട്ടവരാണ്. പക്ഷെ നമ്മൾ ചിന്തിക്കണം, നമുക്ക് ഈ 11 പേരെ പോലെ ഈ ബോട്ടിൽ നമ്മുടെ സേഫ്റ്റി നോക്കിയൊക്കെ ഇരിക്കാൻ വളരെ എളുപ്പമാണ്. നമ്മളും കൂട്ടത്തിലൊരാളാണ്. പക്ഷെ കൂട്ടത്തിലൊരാളായിരിക്കുന്ന ഒരാൾ ചിന്തിക്കുകയാണ്, ഐ വാണ്ട് ടു ബി ഡിഫറെൻറ്റ്. ഈ 11 പേരിൽ നിന്നും എനിക്ക് അല്പം കൂടി എക്സ്ട്രാ ഓർഡിനറി ഫെയ്ത്ത് കർത്താവിൻ്റെ അടുത്തുണ്ടാകണം, എക്സ്ട്രാ ഓർഡിനറി ലവ് കർത്താവിൻ്റെ അടുത്തുണ്ടാകണം. അതുകൊണ്ട് അയാൾ ഇറങ്ങി നടക്കാൻ തീരുമാനിച്ചു. നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഈ യാത്ര നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി നടക്കാൻ ധൈര്യം കാണിക്കുന്നുണ്ടോ? ഇറങ്ങി നടന്ന് ക്രിസ്തുവിനെ പോലെ ആകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളെയും കാത്തിരിക്കുന്നത് കർത്താവിൻ്റെ സർപ്രൈസ് ഗിഫ്റ്റാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അങ്ങേ വിട്ട് പിരിഞ്ഞെങ്ങു ഞാൻ പോകും, നിന്റെ സ്നേഹം എന്നെ പിരിയുമോ? അങ്ങേ വിട്ട് ഓടി ഞാൻ എങ്ങോളിക്കും, നിന്റെ കണ്ണിൽ എന്നെ മറയുമോ? അങ്ങേ വിട്ട് പിരിഞ്ഞെങ്ങു ഞാൻ പോകും, നിന്റെ സ്നേഹം എന്നെ പിരിയുമോ? അങ്ങേ വിട്ട് ഓടി ഞാൻ എങ്ങോളിക്കും, നിന്റെ കണ്ണിൽ എന്നെ മറയുമോ? കൂടെ നിന്നും കൂട്ടിരുന്നും എൻ്റെ കാൽകൾ കല്ലിൽ തട്ടിയിടാതെന്നും ഓടി വന്നും മരിച്ചും എൻ്റെ വഴിയിൽ വീണു പോയിടാതെന്നും ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ അപ്പൻ്റെ വീട്ടിൽ ചേർക്കണേ. ആത്മാവേ, പരിശുദ്ധാത്മാവേ, എന്നെ അപ്പൻ്റെ വീട്ടിൽ ചേർക്കണേ.
ചാരുമ്പോൾ എന്റെ മാനം തണുക്കും. അങ്ങേ മുഖം കാണുമ്പോൾ എന്റെ കൺകുളിരും. അങ്ങേ മാറിൽ ചാരുമ്പോൾ എന്റെ മാനം തണുക്കും. അങ്ങേ മുഖം കാണുമ്പോൾ എന്റെ കൺകുളിരും. അങ്ങേ നെഞ്ചിൻ തുടിപ്പു കേട്ടുറങ്ങും. അങ്ങേ ശ്വാസം എന്നിൽ താലോടലാകും. അങ്ങേ നെഞ്ചിൻ തുടിപ്പു കേട്ടുറങ്ങും. അങ്ങേ ശ്വാസം എന്നിൽ താലോടലാകും. ആത്മാവേ പരിശുദ്ധാത്മാവേ